നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൺ ഡയറക്റ്റിന്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് അതുവഴി എങ്ങനെയാണ് നമ്മുടെ ടിവിയുടെ റീചാർജ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ ഗൂഗിൾ പേയിലൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലൊന്നും നമുക്ക് ചില ചാനലുകൾ മാത്രമായി റീചാർജ് ചെയ്യാൻ സാധിക്കുകയില്ല. അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഈ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനലുകൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ വേണ്ടി ചിലപ്പോൾ കിഡ്സ് മാത്രമായിട്ടുള്ള ചാനലുകൾ ഉണ്ടാകും. അത് മാത്രം നമുക്ക് എത്ര കുറഞ്ഞ ഒരു ചെലവിൽ റീചാർജ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് സൺ ഡയറക്റ്റിന്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് അതിന്റെ ചാർജും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൺ ഡയറക്റ്റിന്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈലിലുള്ള പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൻ്റെ സെർച്ച് ബാറിൽ സൺ ഡയറക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സൺ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് താഴെ കാണിക്കുന്നുണ്ടാവും ആപ്പ്. ആ ആപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കേണ്ടതുണ്ട്. ഇൻസ്റ്റാൾ എന്നുള്ളത് അമർത്തുക. മൈ സൺ ഡയറക്റ്റ് ആപ്പ് എന്നുള്ളത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. 22 MB മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആകുന്നതാണ്. ഇൻസ്റ്റാളിങ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സൺ ഡയറക്റ്റ് എടുക്കുന്ന സമയത്ത് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ഇനി ലോഗിൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സ്മാർട്ട് കാർഡിൻ്റെ CDSN നമ്പർ കയ്യിലുണ്ടെങ്കിൽ അതടിച്ചാലും മതി. ഇനി അതല്ലെങ്കിൽ CRID നമ്പർ ഉണ്ടെങ്കിൽ അതടിച്ചാലും മതി. ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് അടിച്ചു കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സിമ്പിളായിട്ട് നമുക്ക് മൊബൈൽ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഈ ഒരു കോളത്തിൽ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു OTP മെസ്സേജ് വരും. ആ OTP കോപ്പി ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഈ കോളത്തിൽ അടിച്ചു കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സൺ ഡയറക്റ്റ് പാക്ക് റിന്യൂ ചെയ്യാനാണ് പറയുന്നത്. അത് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. മലയാളം കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ സൺ ഡയറക്റ്റിൻ്റെ പാക്കുകൾ വന്നിട്ടുണ്ട്, ഏതൊക്കെയാണ് എന്നുള്ളത്. താഴെ ഷോ മോർ എന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ കൂടുതലുണ്ടെങ്കിൽ ഇവിടെ വരുന്നതാണ്. ഓക്കെ, ഇവിടെ HD പ്ലാനുകളാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് SD പ്ലാനുകളുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് SD ആയിട്ടുള്ള, അതായത് ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലാന് അതിൻ്റെ റേറ്റും സൈഡിൽ കാണിക്കുന്നുണ്ടാകും. സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഏത് പ്ലാനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും ആദ്യം കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ പേരും അതേപോലെ തന്നെ ലോഗൗട്ട് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ലോഗിൻ ആയതുകൊണ്ടാണ് ഇവിടെ ലോഗൗട്ട് കാണിക്കുന്നത്. ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കാണിക്കുന്നുണ്ടാവും നിങ്ങൾക്ക്. അവിടെ നിങ്ങൾക്ക് പാക്കുകൾ മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 4 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തമിഴ് ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാനലുകളാണ് വന്നിട്ടുള്ളത്. ഇനി ആ സെർച്ച് ബട്ടൺ അല്ലെങ്കിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാകും ആ ഓപ്ഷനുകൾ തന്നെ. അതിൽ ക്ലിക്ക് ചെയ്താലും ഈ ഒരു കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് മലയാളം ചാനലുകൾ ഏതെങ്കിലും ഓരോന്നായിട്ട് ആക്ടിവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവസാനം കാണിക്കുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ കാറ്റഗറി കൊടുത്തിട്ടുണ്ടാവും, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ മലയാളമാണെങ്കിൽ മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മലയാളത്തിൽ ഉള്ള ചാനലുകളുടെ ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടാകും. അത് ആ ഒരു എമൗണ്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ആ ചാനൽ മാത്രം റീചാർജ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ ആദ്യം തന്നെ ഉള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ 72 ചാനലാണ് ആദ്യത്തെ 227.12ൻ്റെ പ്ലാന് കാണിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ മലയാളം ചാനലുകൾ വന്നിട്ടുണ്ട്. 11 ചാനലുകളാണ് ഇതിൽ കിട്ടുന്നത്. രണ്ടാമത്തത് ഹിന്ദിയാണ്. അത് ടിക്ക് ചെയ്യുന്ന സമയത്ത് ഹിന്ദിയിലുള്ള ചാനലുകൾ ഈ ഒരു പ്ലാനിൽ കിട്ടുന്നത് ഇവിടെ കാണിക്കുന്നുണ്ടാവും. HD ചാനലുകൾ ഏതൊക്കെയാണെന്നുള്ളത് മൂന്നാമത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ HD ചാനലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കിഡ്സ് ചാനൽ ഉണ്ടോ എന്നുള്ളത് അറിയാൻ അത് അടിച്ചു കൊടുക്കുക. അതേപോലെ നമുക്ക് ഇവിടെ കാറ്റഗറി ബേസിൽ
അടിച്ചു നോക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമ്മൾ HD ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ HD മലയാളം എക്കണോമി എന്ന് പറയുന്ന ഈ ഒരു പ്ലാനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 33 ചാനലാണ് അതിൽ കിട്ടുക. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. എത്ര ചാനലുണ്ട്, ഏതൊക്കെ ചാനലാണ് കിട്ടുന്നത് എന്നുള്ളതൊക്കെ കാറ്റഗറി ബേസിൽ ഇവിടെ തിരിച്ചിട്ടുണ്ടാകും. നമ്മൾ അത് ആഡ് കൊടുക്കുന്നു. ഇതിൻ്റെ റീചാർജ് എമൗണ്ട് ഇവിടെ പറയുന്നുണ്ട്. 1 മന്ത് പ്ലസ് 3 ഡേയ്സ് എക്സ്ട്രാ നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് 193.22 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന് നിങ്ങൾ 3 മാസത്തേക്ക് ഒരുമിച്ചാണ് ചെയ്യുന്നതെങ്കിൽ 7 ദിവസം എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടും. 531.36 ആണ് എമൗണ്ട് വരുന്നത്. അതിനി 6 മാസത്തേക്ക് വേണമെങ്കിൽ 15 ദിവസം എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാനിവിടെ ആദ്യത്തേത് തന്നെ ഒരു മാസത്തേക്ക് ഉള്ളത് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വരും. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ടു കമ്പയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഗോ ടു കമ്പയർ എന്നുള്ളതൊന്നും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് പ്ലാനുകളുമായി കമ്പയർ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമുക്ക് ഇവിടെ ഈ ഒരു HD മലയാളം എക്കണോമി എന്ന് പറയുന്ന ആ ഒരു പ്ലാനിൽ കിട്ടുന്ന കാര്യങ്ങളാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ രണ്ടാമത്തെ കോളത്തിൽ ആഡ് പാക്കേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് മറ്റേതെങ്കിലും ഒരു പ്ലാന് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഞാൻ അതിൽ ആദ്യത്തെ HD മലയാളം വാല്യൂ പാക്ക് ആഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഗോ ടു കമ്പയർ എന്നുള്ളത് കൊടുത്ത സമയത്ത് ഇവിടെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് മലയാളത്തിലുള്ള 11 ചാനലാണ് ആദ്യത്തെ നമ്മുടെ എക്കണോമി പാക്കിൽ കിട്ടുന്നതെങ്കിൽ രണ്ടാമത്തെ HD മലയാളം വാല്യൂവിലും 11 ചാനൽ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ HD ചാനലുകൾ താഴെ നോക്കുന്ന സമയത്ത് ആദ്യത്തേതിൽ 7ഉം രണ്ടാമത്തേത് 18ഉം കിട്ടുന്നുണ്ട്. അത്തരത്തിൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. പിറകോട്ട് വരുന്ന സമയത്ത് ഇവിടെ മുകളിൽ കാർട്ട് എന്നുള്ളതിൽ ഒന്ന് വന്നിട്ടുണ്ട്. നമ്മളൊരു പ്ലാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ പാക്സ് HD മലയാളം എക്കണോമി എന്ന് പറയുന്ന ആ ഒരു പാക്കാണ് നമ്മൾ ആക്ടിവേഷൻ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും താഴെ കാണുന്ന പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ എമൗണ്ട് കാണിക്കുന്നുണ്ട്. ടോട്ടൽ എമൗണ്ട് വരുന്നത് 228 രൂപയാണ്. അത് വരാൻ കാരണം നമ്മൾ നേരത്തെ കണ്ട എമൗണ്ടിൻ്റെ കൂടെ GST കൂടി 18% ആഡ് ആകും. അത് നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കണം. അതുകൊണ്ടാണ് ഈ ഒരു എമൗണ്ട് വരുന്നത്. പിന്നെ നമ്മുടെ വാലറ്റിൽ, അതായത് ഈ ഒരു സൺ ഡയറക്റ്റിൻ്റെ വാലറ്റിൽ എമൗണ്ട് കയറ്റിയിട്ടുണ്ടെങ്കിൽ യൂസ് വാലറ്റ് എമൗണ്ട് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുത്താൽ അതുവഴി റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ റീചാർജ് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാർഡ് വെച്ച് പേയ്മെൻറ്റ് നടത്താം, വാലറ്റ് വെച്ച് പേയ്മെൻറ്റ് നടത്താം, UPI ID അടിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ UPI ID വെച്ചിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഗേറ്റ് വേ ചോദിക്കുന്നുണ്ട്. അത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുന്നു. ഇവിടെ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേടിഎമ്മുമായിട്ട് ബന്ധപ്പെട്ട മൊബൈൽ നമ്പർ അടിച്ച് പ്രൊസീഡ് കൊടുക്കാൻ സാധിക്കും. പേയ്മെൻറ്റ് ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഏരോക്കി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ UPI ID അടിച്ച് നമുക്ക് പ്രൊസീഡ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ കുറച്ച് ഓപ്ഷനുകളൊക്കെ വന്നിട്ടുണ്ട്. റിവാർഡ് ഓപ്ഷനുകളാണ്. ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിവാർഡ് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഞാനിവിടെ ഗൂഗിൾ പേ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ കാണുന്ന ഈ ഒരു UPI എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഫോൺ പേ ആണെങ്കിൽ അത്, ഇനി ഭീം ആണെങ്കിൽ ഭീമും സെലക്ട് ചെയ്യാം. ഞാൻ ഗൂഗിൾ പേ സെലക്ട് ചെയ്തു. ഇവിടെ UPI ID പറയുന്നുണ്ട്. ഗൂഗിൾ പേയുടെ UPI ID ആണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. ഗൂഗിൾ പേ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെ UPI ID എന്ന് കാണിക്കുന്നുണ്ടാകും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതൊന്ന് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ വന്നിട്ടുള്ള എൻ്റർ UPI ID എന്നുള്ള സ്ഥലത്ത് അത് അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം വെരിഫൈ എന്നുള്ളത് അമർത്തുന്നു. ഇപ്പോൾ വെരിഫൈഡ് ആയിട്ടുണ്ട്. നമ്മൾ കറക്റ്റാണ് അടിച്ചത് എന്നാണ് പറയുന്നത്. പ്രൊസീഡ് കൊടുക്കുന്നു.
ഇവിടെ ഒരു ടിക്ക് മാർക്ക് നിങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടിക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ഞാനിവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊസീഡ് കൊടുക്കുന്നു. അപ്പോൾ ഇവർ 2 സ്റ്റെപ്പ് പറയുന്നുണ്ട്. സ്റ്റെപ്പ് 1 ഗൂഗിൾ പേ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. അവിടെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും, അത് അപ്രൂവ് കൊടുക്കുക. അതിൻ്റെ സമയം പറയുന്നുണ്ട് 14:39, 38 എന്ന് പറഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ട്. അത് 0 ആകുന്നതിൻ്റെ മുമ്പേ തന്നെ നമ്മൾ അപ്രൂവ് കൊടുക്കേണ്ടതുണ്ട്. ഗൂഗിൾ പേയിൽ ഇപ്പോൾ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അത് പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എമൗണ്ട് പോകാനുള്ള ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബാങ്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഗൂഗിൾ പേയുടെ MPIN അടിച്ചു കൊടുക്കാൻ വരും. അവിടെ ആ MPIN ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സ്റ്റാർട്ടാകുന്നതാണ്. ഓക്കെ, ഇപ്പോൾ 228 രൂപ പേയ്മെൻറ്റ് പോയിട്ടുണ്ട്. നേരെ സൺ ഡയറക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് താങ്ക് യു ട്രാൻസാക്ഷൻ സക്സസ് എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകും. ഹാപ്പി വീവിംഗ് എന്ന് പറയുന്നുണ്ട്. ട്രാൻസാക്ഷൻ ID ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഈ ഒരു സൺ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ആക്റ്റീവായിട്ടുള്ള പ്ലാന് ഇവിടെ കാണിക്കുന്നുണ്ടാവും. HD മലയാളം എക്കണോമി എന്ന് പറയുന്ന ആ ഒരു പാക്കാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് റിന്യൂ ചെയ്യണമെങ്കിൽ അടുത്ത മാസം റിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് പാക്ക് ആക്റ്റീവ് ആകുന്നതാണ്. ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നമ്മുടെ സ്വന്തം മൊബൈൽ ഉപയോഗിച്ച് വീട്ടിലുള്ള സൺ ഡയറക്റ്റ് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് പാക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.